ഡിസ്റ്റൻസ് സ്റ്റഡീസിന്റെ എക്സാമിംഗ് അടുത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. യെസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ചാപ്റ്റർ 6 മുതൽ ചാപ്റ്റർ 12 വരെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ചോദിക്കും ബാക്കി ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യും? നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ, ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ 5 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ചാപ്റ്റർ ഇനി 6 മുതൽ 12 വരെയുള്ള ചാപ്റ്റേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഇയറിലെ കുറേ അധികം ക്വസ്റ്റ്യൻസ് നോക്കിയ ശേഷം പല വർഷങ്ങളിലെയും ചോദ്യങ്ങൾ അനലൈസ് ചെയ്ത ശേഷം നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതാണ്, കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നത് ഏതാണ് എന്നൊരു കൃത്യമായിട്ട് അനലൈസ് ചെയ്ത ശേഷമാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ പ്രസന്റ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ദെൻ ഏതെങ്കിലും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, മീൻസ് ഈ ചാപ്റ്ററാണ് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് കേട്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മൾ ലൈവ് സെക്ഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരുന്നതായിരിക്കും. ഓക്കെ, ആ ടോപ്പിക്സ് കാര്യങ്ങൾ നമ്മൾ ലൈവിൽ നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാം 1 മാർക്കിന്റെ ചോദ്യങ്ങൾ. അതായത് അത്യാവശ്യം വെയിറ്റേജ് കൂടിയ 4 ചാപ്റ്റേഴ്സിൽ ഒന്നാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് റിക്രൂട്ട്മെന്റ് എന്താണ്. ഓക്കെ, അപ്പോൾ റിക്രൂട്ട്മെന്റ് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് 1 മാർക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇനി 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ്. 2019-ലും 2023-ലും ചോദിച്ചിട്ടുണ്ട്. അപ്പം പലരും ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ് ഒക്കെ പഠിച്ചിട്ട് പോകും, പക്ഷേ ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ നോക്കിയിട്ട് പോകണം. അടുത്താണ് റിക്രൂട്ട്മെന്റിൽ കൂടുതൽ തവണയും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു കാര്യം എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. കാരണം ഇന്റേണൽ സോഴ്സ് നമുക്ക് 2 വരുന്നുള്ളൂ, ട്രാൻസ്ഫറും പ്രൊമോഷൻ മാത്രമേ വരുന്നുള്ളൂ. എക്സ്റ്റേണൽ സോഴ്സ് നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 3 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ 4 മാർക്ക് ക്വസ്റ്റ്യനിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ സ്റ്റാഫിംഗിന്റെ സ്റ്റെപ്സ്. ഓക്കെ, 6 മാർക്കിന് സെലക്ഷന്റെ പ്രോസസ്സ്, അതായത് സെലക്ഷന്റെ സ്റ്റെപ്സ് ആണ്. പ്രോസസ്സ് എന്ന് വെച്ചിരിക്കുന്നത് സ്റ്റെപ്സ് തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് തമ്മിൽ മാറിപ്പോകുന്നത് പല കുട്ടികൾക്കും പറ്റുന്ന അബദ്ധമാണ്. സ്റ്റാഫിങ്ങിന്റെ സ്റ്റെപ്പ് ചോദിക്കുമ്പോൾ സ്റ്റാഫിങ്ങിന്റെ തന്നെ എഴുതണം. ഓക്കെ, സ്റ്റാഫിങ്ങിനകത്തുള്ള റിക്രൂട്ട്മെന്റ്, സെലക്ഷന്, ട്രെയിനിങ്, അപ്പം അതിനകത്തെ ഒരു സ്റ്റെപ്പ് മാത്രമാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സെലക്ഷന്റെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്തല്ല, നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്, നമ്മൾ അവരുടെ മെഡിക്കൽ എക്സാമിനേഷൻ കാര്യങ്ങളെല്ലാം നടത്തിയ ശേഷമാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇത് രണ്ടും ഒരേതാണ് എന്ന് വിചാരിക്കരുത്, രണ്ടും രണ്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ചോദിക്കും, കുറച്ച് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് ഡെഫിനറ്റ്ലി എക്സാമിന് പ്രതീക്ഷിക്കാം. ഇനി ചാപ്റ്റർ 7 നമ്മൾ വരുന്ന സമയത്ത് ഡയറക്റ്റിംഗ്. ഓക്കെ, ഡയറക്റ്റിംഗ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സൂപ്പർവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൂപ്പർവിഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ദെൻ എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്. ഓക്കെ, അതിനകത്ത് രണ്ടാമത്തെ മോട്ടിവേഷൻ എന്ന് എക്സാമിന് ചോദിച്ചു കാണുന്നതാണ്. ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ പഠിച്ചു വെക്കണം. ഇനി ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ഏതൊക്കെ എന്നൊരു ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട് എക്സാമിന് 3 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ദെൻ എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂപ്പർവിഷനും അതുപോലെ തന്നെ മോട്ടിവേഷൻ നമ്മളെ തിയറി നമുക്ക് പഠിക്കാറുണ്ട്. അതിന്റെ കമ്മ്യൂണിക്കേഷനിൽ തന്നെ എന്തിട്ടുണ്ട്, ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ 2016-ലും 19-ലും 23-ലും പല വർഷങ്ങളും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച് കാണുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിന് മുമ്പ് ചോദിച്ചിരിക്കുന്നത് 23-ലാണ്. അപ്പോൾ ഇനിയും ചോദിക്കാനുള്ള ഒരു സാധ്യത അവിടെ നമ്മൾ കാണുന്നുണ്ട്. 26 ആയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒന്ന് പഠിച്ചിട്ട് തന്നെ പൊക്കോളുക. ഓക്കെ, അപ്പോൾ ഡയറക്റ്റിങ്ങിൻ്റെ അകത്ത് സൂപ്പർവിഷൻ, എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിങ്ങിനകത്ത്. ഓക്കെ, അപ്പോൾ സൂപ്പർവിഷൻ എന്താണെന്ന് പഠിക്കുക, മോട്ടിവേഷൻ ഇമ്പോർട്ടൻസ് പഠിക്കുക, കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സ് പഠിച്ചു വെക്കാം. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ആണ് ചാപ്റ്ററാണ് കൺട്രോളിംഗ് അകത്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഡിഫൈൻ കൺട്രോളിംഗ് എന്താണെന്ന് ചോദിക്കാം. പിന്നെ ഇമ്പോർട്ടൻസും സ്റ്റെപ്സും ഓഫ് കൺട്രോളിംഗ്. ഇനി ഇതെല്ലാം നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു ചോദ്യമാണ്. ഇത് പ്ലാനിങ്ങിനും കൺട്രോളിങ്ങും കൂടെ, ഇത് 6 മാർക്കിന് ക്വസ്റ്റ്യൻ ചാപ്റ്റർ ചോദിക്കുമെന്നല്ല, ഇത് രണ്ടും കൂടെ ചോദിക്കും. അതായത് അപ്പോൾ പ്ലാനിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനും കൺട്രോളിംഗ് അല്ലെ രണ്ടും കൂടെ വരുന്ന ഒരു കാര്യമാണ്. ഡെഫിനറ്റ്ലി നമുക്ക് കൺട്രോളിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സെപ്പറേറ്റ് പഠിക്കാനും ഉണ്ട് ഒരു ടോപ്പിക്കായിട്ട്. അപ്പം ഈ പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, ഓക്കെ, ഏതാണ് പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആ ഒരു കാര്യങ്ങൾ പഠിച്ചോളൂ. ഓക്കെ, പ്ലാനിങ്ങും അതുപോലെ കൺട്രോളിങ്ങും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നൊരു കാര്യം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഒരു 4 പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എസ്സേ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് എന്ത് ചെയ്യുന്നത്, FM ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കേട്ടോ, മാർക്കറ്റിംഗ് നമുക്കില്ല, ഫിനാൻഷ്യൽ മാർക്കറ്റിംഗ് ഇല്ല, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന സമയത്ത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെ എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാൻ സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ദെൻ എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്, അല്ലെ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അതായത് വർക്കിംഗ് ക്യാപിറ്റലിന്റെ അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഫാക്ടേഴ്സ്
ഉറപ്പായിട്ടും ഒരു ചോദ്യം എക്സാമിന് പ്രതീക്ഷിക്കാം. ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു ചോദ്യമില്ലാത്ത ചോദ്യ പേപ്പറുകളില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ടും അത് പഠിച്ചിട്ട് പോകണം. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജർ. ഫിനാൻഷ്യൽ മാനേജറിന്റെ റോൾ എന്താണ്? അതും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വെക്കുക. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജർ. നെക്സ്റ്റ് വന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ ആണ്. മാർക്കറ്റിംഗിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിലെ ഫങ്ഷൻസ് എന്തൊക്കെ നിർബന്ധമാണ്. 8 മാർക്കിന്റെ എസ്സേ പ്രീവിയസ് ഇയറിൽ പല തവണയും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് ഇതും എസ്സേ ചോദിക്കുന്ന ചാപ്റ്റർ ആണ്. ദെൻ നമുക്കറിയാവുന്ന എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് അല്ലെ, അത് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് 2 മാർക്കോ 3 മാർക്കോ ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ദെൻ അതിൽ തന്നെ ഫാക്ടേഴ്സ്, പ്രൈസിംഗ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടറാണ്. അവിടെ നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ പ്രൈസ്. രണ്ടാമത്തെ ഫങ്ഷൻസ് ഓഫ് പാക്കേജിങ്. ആ പാക്കേജിങ്ങിൽ വരുന്ന ഫങ്ഷൻസ് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പം അതൊന്ന് പഠിച്ചു വെച്ചോളൂ. ദെൻ പ്രൊമോഷൻ മിക്സിൽ വരുന്ന എലമെന്റ്സ്. ഓക്കെ, പ്രൊമോഷൻ മിക്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അഡ്വർടൈസ്മെന്റ്, സെയിൽസ് പ്രൊമോഷൻ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പ്രൊമോഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രൊമോഷനിലെ കാര്യങ്ങൾ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ദെൻ നെക്സ്റ്റ് ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ലാസ്റ്റ് ചാപ്റ്റർ. അതിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഹൂ ഈസ് കൺസ്യൂമർ അല്ലെങ്കിൽ മീനിങ് ഓഫ് കൺസ്യൂമർ റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 3 മാർക്കിന് കൺസ്യൂമറിന്റെ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, കൺസ്യൂമറിന്റെ റെസ്പോൺസിബിലിറ്റീസ്. ആ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസ്യൂമറിന്റെ റൈറ്റ്സ് ഓർ റെസ്പോൺസിബിലിറ്റീസ് അത് എന്തായാലും എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. ദെൻ നമുക്ക് റിഡ്രസൽ ഏജൻസീസ് നമുക്ക് പഠിക്കാറുണ്ട്. നമുക്ക് 16ലും 19ലും 23ലും റിപ്പീറ്റ് ആയിട്ട് തന്നെ ആ ഒരു ചോദ്യം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ എക്സ്പ്ലെയിൻ ദ കൺസ്യൂമർ റൈറ്റ്സ് വിത്ത് എക്സാമ്പിൾ. 16ലും 22ലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കൺസ്യൂമർ റൈറ്റ്സ്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസ്യൂമറിന്റെ റൈറ്റ്സ് നിങ്ങൾ പഠിച്ചു വെച്ചോളുക. കൺസ്യൂമർ റിഡ്രസൽ ഏജൻസീസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. ഈ 2 ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഓരോ ചാപ്റ്റർ 6 മുതൽ 12 വരെയുള്ള ചാപ്റ്റേഴ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മാർക്കറ്റിങ്ങും അതുപോലെ FMA തുടങ്ങിയ ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് പഠിക്കണം. കാരണം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്റേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഓക്കെ, വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ആ ചാപ്റ്ററിന് ചോദ്യങ്ങൾ കൂടുതൽ വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് FMA മാർക്കറ്റിംഗ് മറ്റേ പഠിക്കുന്ന നല്ല സ്റ്റാഫിങ്ങും ഡയറക്റ്റിങ്ങും പ്ലാനിങ്ങും കൺട്രോളിങ്ങും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും ഈ ഒരു ചാപ്റ്റേഴ്സ്, അതായത് നമുക്ക് ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടാണ് മാർക്കറ്റിംഗ് ഒക്കെ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത അവിടെയുണ്ട്. പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു വെച്ചോളുക. ഇതിനകത്ത് വരുന്ന കാര്യങ്ങളൊന്നും പഠിച്ചു വെക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ആ ടോപ്പിക്സ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഏതെങ്കിലും ഈ ചാപ്റ്റർ എനിക്ക് ഡൗട്ടാണ്, അല്ലെങ്കിൽ ഈ ടോപ്പിക് എനിക്ക് ഡൗട്ടാണ്, എനിക്ക് കുറച്ചൊന്ന് ക്ലാരിറ്റി വേണമെന്ന് കേട്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. നമ്മൾ ആ ഒരു കാര്യങ്ങൾ എത്രമാത്രം പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ ലൈവിൽ ഇൻക്ലൂഡ് ചെയ്യും. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.